ആ ഓക്കെ. ഫ്യൂച്ചർ ജസ്റ്റ് ഒന്ന് ആദ്യം പ്രസന്റ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ്. റാഹ് റാഹ് യറൂഹ് അതൊന്ന് ജസ്റ്റ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ്. റ യറു ഉം. തറു അയവ യറു യറുഫൂൻ അയവ. തറു ഉം. തറൂഹിൻ അയവ തറൂഹുൻ അയവ. അറു നറു ഓക്കെ. ഓക്കെ. അപ്പൊ അവൻ പോകുന്നു എന്നുള്ളത് എന്താ പറയാ? യറു അവൻ ഓഫീസിലേക്ക് പോകുന്നു. യറു ഇലൽ ഓക്കെ. നീ പോകുന്നു. തറൂഹ് ഇലൽ മക്തബ് ഓക്കെ. തെറോഹിൽ മക്കൾ. ഞാൻ പോകുന്നു. അറൂഹ് ഇലൽ മക്തബ് ഓക്കെ. ഓക്കെ. അറോഹൽ മക്തബ്. ഞാൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകാറുണ്ട്. എങ്ങനെ പറയാ? അല്യവും ആ അല്യവും അറൂഹ് ഇലൽ മക്തബ് ഞാൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകാറുണ്ട്. കുല്ലു യൗം അറൂഹ് ഇലൽ മക്തബ് കില്യോം റൂഹൽ മക്തബ്. ഒന്നുകൂടി. കുൽ യൗം അറൂഹ് ഇലൽ മക്തബ് കില്യോം റൂഹൽ മക്തബ്. ഓക്കെ. അടുത്തത്, നീ എവിടേക്കാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കാം. ഇൻത അവൈൻ ഇൻത ആ ആദ്യം ടു വേർ ടു എന്നുള്ളതിന് എന്തായിരുന്നു നമ്മൾ പറയാ? ടു ഹുയില ഏ ടു ല ടു ഇല ഇല ഇല. ടു എന്നുള്ളതിന് ഇല. ഓക്കെ. അപ്പം എവിടേക്ക് ഇല പോകുന്നു എന്നിങ്ങനെ പറയാ? ഇല എവിടെ എന്നുള്ളത് എന്താ? ഇല കറക്റ്റ്. വെയിൻ ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. ഇലൽ വെയിൻ ഇല വെയിൻ. ഒന്നുകൂടി. ഇല വെയിൻ എന്താ ഇല വെയിൻ എന്ന് പറഞ്ഞാല്? എവിടേക്ക് ഓക്കെ. അപ്പൊ ഇനി എവിടേക്കാണ് പോകുന്നത് അങ്ങനെ ചോദിക്കാം. ഇൻത ഇല വെയിൻ റു ആ ഇൻത ഇല വെയിൻ തറു അയവ ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. ഇൻത ഇല വെയിൻ തറു ഓക്കെ. ഒന്നുകൂടി. ഇൻത ഇല വെയിൻ തറു ഓക്കെ. ഇന്നത്തെ. ഇല വെയിൻ തറു ഓക്കെ. ഞാൻ ഓഫീസിലേക്ക് പോകുന്നു. അന അറൂഹ് ഇലൽ മക്തബ് സോറി. അന അറൂഹ് ഇലൽ മക്തബ് അന റൂഹ് ഇലൽ മക്തബ്. അന റൂഹ് ഇലൽ മക്തബ്. അത് ഓക്കെ. ഇനി അവൻ നാളെ ഓഫീസിലേക്ക്, അവൻ നാളെ നാട്ടിലേക്ക് പോകും എങ്ങനെ പറയാം ഫ്യൂച്ചർ ആക്കിയിട്ട്? ബുക്കറ ഹു ബറു ഫിൽ ആ ബുക്കറ ഹു അന്നെ കറക്റ്റ്. ബുക്കറ ആ ഹു ബുക്കറ ബിറു ഇലൽ ബിലാത്ത് അയ്വ. ഹു ബിറൂഹ് ബുക്ര അൽ മക്തബ് അല്ലെങ്കിൽ ബുക്ര ഹു ബിറൂഹ്. എങ്ങനെ? ബുക്കറ ഹിറു ഹുറു ബുക്ര ഹു ബിറൂഹ്. ഒന്നുകൂടി. ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. ബുക്കറ ഹു ബുക്കറ ഹു ബുക്കറ ഹു ബറു ആ ബുക്ര ബെറു. അവിടെ എന്താ ഉദ്ദേശിക്ക് നോക്കണ്ടേ? ബെറു ബെറു. ഈ കൂട്ടി പറയുമ്പോൾ ചിലപ്പോ അറബി പറയുമ്പോൾ സ്പീഡിൽ പറയുമ്പോൾ ബെറു എന്നാവും. ബെറു ഹുബെറു ഹുബെറു ഹുബെറു. നീ എപ്പോഴാണ് നാട്ടിലേക്ക് പോവുക എന്നിങ്ങനെ ചോദിക്കുക. നീ നാളെ എപ്പോഴാണ് നാട്ടിലേക്ക് പോവുക എങ്ങനെ ചോദിക്കുക? നീ എപ്പോഴാണ് നാളെ നാട്ടിലേക്ക് പോവുക? മത്തസ ആദ്യം എപ്പോൾ എന്നുള്ളതിന് എന്താ? മെത്ത മെത്ത. ഓക്കെ. ഇനി പറഞ്ഞോളൂ. എപ്പോഴാണ് ഇനി നാട്ടിലേക്ക് പോവുക?
انت انت متى بروح ആ متى بتروح നാട്ടോ بتروح متى بتروح حبيبي متى بتروح تروح എന്നുള്ളതിന് بتروح متى بتروح അങ്ങനെ പറഞ്ഞു നോക്കി. متى بتروح ഓക്കെ. متى بتروح متى بتروح متى بتروح എപ്പോഴാണ് നീ പോവുക. നീ എപ്പോഴാണ് നാളെ ഓഫീസിലേക്ക് പോവുക എങ്ങനെ ചോദിക്കാം. بكرة متى بروح إلى المكتب. ايوه بكره متى بتروح للمكتب. بكره متى بتروح الى المكتب എപ്പോഴാണ് നാളെ നീ ഓഫീസിലേക്ക് പോവുക. ഓക്കെ. ഞാൻ നാളെ 10 മണിക്ക് ഓഫീസിലേക്ക് പോകും. بكرة أنا 10 ساعة أنا بتروح إلى المكتب. ഒന്നുകൂടി. بكرة 9 ساعة ആ بكرة 9 ساعة أنا بتروح إلى المكتب. അവിടെ ബത്റൂഹ് എന്നാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാനല്ല പോകുന്നത്, നീയല്ലല്ലോ. അപ്പൊ എന്താ ഉപയോഗിക്കണ്ടേ. أرو അതെ بروح അതെ ബറൂഹ് ഇങ്ങനെ ഉദ്ദേശിച്ചത്. ബാൻ ചേർക്കുമ്പോ ബറൂഹ് ബത്രൂഹ് ബറൂഹ്. മറ്റ ബറൂഹ് ഉം. മറ്റ ബറൂഹ് മറ്റ ബത്രൂഹ് ഹബീബി. നീ എപ്പോഴാ പോകുന്നത്. അന ബറൂഹ് ഞാൻ പോകും. ഒന്ന് കോൺജുഗേറ്റ് ചെയ്തോക്കി. ബയറൂഹ് ബത്തറൂഹ് ബയറൂഹൂൻ. അത് ജസ്റ്റ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ് വിത്ത് മീനിങ്. ബൈറൂഹ് അവൻ പോകും. ബത്തറൂഹ് അവൾ പോകും. ബത്തറൂഹുൻ അവർ പോകും. ബത്തറൂഹ് നീ പോകും. ബത്തറൂഹിൻ നീ പോകും. ബത്തറൂഹുൻ നിങ്ങൾ പോവും. ബറൂഹ് ഞാൻ പോകും. ബനറൂഹ് നമ്മൾ പോകും. ഓക്കെ. നമ്മള് അടുത്ത ഞങ്ങൾ അടുത്ത മാസം ദുബായിലേക്ക് പോകും. നമ്മൾ അടുത്ത മാസം ദുബായിലേക്ക് പോകും. ബാദിൻ ഷരിയ ബനറൂഹ് ഇലൽ ഇലൽ എമിറാത്ത്. എങ്ങനെ. ബാദിൻ ഷരിയ ആ ബാദ് ഷഹരിയ എന്ന് പറയണ്ട. ബാദ് ഷഹർ ബൻറൂഹ് ഇല ദുബായ്. ബാദ് ഷഹർ അല്ലെങ്കിൽ ഷഹർ അൽ ഗാദിം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ബാദ് ഷഹർ. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് പറഞ്ഞു നോക്കി. ബാദ് ഷഹർ ബനറൂഹ് ഇലൽ ദുബായ്. ايوه بعد شهر بنروح الى دبي. بعد شهر بنروح الى دبي. ഓക്കെ. ബാന്ന് എങ്ങനെ ഉപയോഗിക്കുന്നത് മനസ്സിലായോ. ആ ഓക്കെ. പിന്നെ ഇത് പഠിച്ചോ മറ്റേ ക്ലോസ് ലമ്മ പോയപ്പോൾ വന്നപ്പോൾ എന്നുള്ളത്. അത് കണ്ടിരുന്നോ ഇല്ല കണ്ടിട്ടുണ്ടായിരുന്നു. ആ മനസ്സിലായിരുന്നോ. ആ പകുതി പകുതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേർബ്സ് അയക്കാം. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, കോൺജുഗേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഞാനൊരു 300ന്റെ അടുത്തുള്ള വേർബ്സ് നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. റൂഹ് അങ്ങനത്തതാണോ. അതല്ല അല്ല. ഇല്ല വേർബ്സ് മാത്രമുള്ളത്. ഇല്ല. ഓക്കെ ഞാൻ ഇപ്പം അയച്ചു. ഈ അയക്കുന്ന വേർബ്സ് ഒക്കെ ബൈഹാർട്ട് ആക്കും. ഓരോ ദിവസം കുറച്ച് വേർബ്സ് ഒക്കെ ബൈഹാർട്ട് ആക്കിയാൽ മതി. അങ്ങനെ തന്നെ സെറ്റ് ആവും. കിട്ടിയോ. അതില് ഫസ്റ്റ് വേർബ് എന്താണ്. നമ്മൾ വേർബ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രസന്റും പാസ്റ്റും അതോ പാസ്റ്റും പ്രസന്റും. നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ഓരോ വേർബ് പഠിക്കല് പാസ്റ്റും
പ്രസന്റ് ആണ്. ഉദാഹരണത്തിന് വർക്ക് വർക്ക്ഡ്, റൈറ്റ് റോട്ട്, അങ്ങനെയല്ല പഠിക്കല്. അതുപോലെ തന്നെ അറബിയിലും ആ. പഠിക്കേണ്ടത്. ഗാൽ യഗൂൽ ഒന്ന് പറഞ്ഞു നോക്കി. ഗാൽ യഗൂൽ. ആ, അപ്പൊ ഗാൽ എന്ന് ഷൂ. പറഞ്ഞാൽ ഗാൽ പറഞ്ഞു. അപ്പൊ യഗൂൽ എന്നാ യഗൂൽ അവൻ പറയും. പറയുന്നു. ബാന്ന് ചേർത്താലല്ലേ ഫ്യൂച്ചർ അവള് പറയും എന്നുള്ളത്. പറയുന്നു പ്രസന്റ് ആയിട്ട്. ആ. മനസ്സിലായില്ല? ഷൂ. ആ, മനസ്സിലായി. ആ, ഓക്കെ. ഞാൻ ഷൂ. അടുത്ത ഷൂഫ് അല്ല, അതിന്റെ വേർബ് നോക്ക്. ഷാഫ് യഷൂഫ്. ആ, ഷാഫ് യഷൂ. ഓക്കെ. അറബി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, ഇല്ല ഇല്ല. അറബി നോക്കിക്കോളി. മറ്റേത് പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ കറക്റ്റ് ആവില്ല ഇംഗ്ലീഷ് എഴുതിയത്. ഓക്കെ. ആ. ഷാഫ് യഷൂഫ്. കണ്ടു. അവൻ കണ്ടു. അവൻ കണ്ടു. ഷാഫ് അവൻ കണ്ടു. യഷൂഫ് അവൻ കാണുന്നു. ആ. ഓക്കെ. മനസ്സിലായില്ല? ഞാൻ ഒരു 3 ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ആ, ഓക്കെ. ഗാൽ അവൻ പറഞ്ഞു. അത് ഫോർമാറ്റ് ആണ്. നമുക്കറിയാം എങ്ങനെ. ഗാൽ ഗാലത്ത് ഗാലു ഗുൽത്ത ഗൽത്തി ഗുൽത്തു ഗുൽത്തു ഗിൽന. ഗാൽ അവൻ പറഞ്ഞു. യഗൂൽ അവൻ പറയുന്നു. തഗൂൽ നീ പറയുന്നു. അഗൂൽ ഞാൻ പറയുന്നു. ഷാഫ് അവൻ കണ്ടു. യഷൂഫ് അവൻ കാണുന്നു. ഷാഫ് ഷാഫത്ത് ഷാഫു ഷുഫ്ത ഷുഫ്തി ഷുഫ്തും. ജാബ് അവൻ കൊണ്ടുവന്നു. യജീബ് അവൻ കൊണ്ടുവരുന്നു. മനസ്സിലായോ? ആ. ഇനി അടുത്തത് പറഞ്ഞാണ്. റാഹ് അവൻ പോയി. യറൂഹ് അവൻ പോവുന്നു. ഓക്കെ, അടിപൊളി. അടുത്ത് സാർ പോയി. അവൻ പോയി. യസീർ അവൻ പോവുന്നു. ഓക്കെ, അടുത്തത് ആ. മഷ അവൻ നടന്നു. യംഷി അവൻ നടക്കുന്നു. ഓക്കെ, അടുത്ത് നാം അവൻ ഉറങ്ങി. യനാം അവൻ ഉറങ്ങുന്നു. ഓക്കെ. അപ്പം ഇതിന്റെ ഷാൽ. സൈഡിലൊക്കെ ഞാൻ ഈ വൈ എന്നൊക്കെ ഇട്ടില്ലേ? ആ, അതെന്താ മനസ്സിലായോ? അത് ഈ ഫോർമാറ്റ് ആ, വൈ ഓക്കെ ഫോർമാറ്റ്. ഓക്കെ. ഈ ഫോർമാറ്റ് വൈ ഫോർമാറ്റ് അത് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ അടുത്ത്. ആ. ജാ വിറ്റു. അവൻ വിറ്റു. യജി അവൻ വിൽക്കുന്നു. മാറി മാറി ബാ. മാറി, അർത്ഥം മാറി. നാമന്റെ ശേഷം ഷാലല്ലേ? ഷാൽ ഷാൽ. ആ, ഷാൽ. ഷാൽ എടുത്തു. ആ, ഓക്കെ. ഷാൽ അവൻ എടുത്തു. യഷീൽ അവൻ എടുക്കുന്നു. ഓക്കെ. അടുത്തത് ജാ. ജാ അവൻ വന്നു. യജീവ് അവൻ വരുന്നു. ഓക്കെ. ബാ അവൻ വിറ്റു. ആ, യബീ അവൻ വിൽക്കുന്നു. ഓക്കെ. കാം നിന്നു. യകൂം അവൻ നിൽക്കുന്നു. ഓക്കെ. കഅദ അവൻ ഇരുന്നു. യകൂത്ത് അവൻ ഇരിക്കുന്നു. ജലസ അവൻ ഇരുന്നു. യജ്ലിസ് അവൻ ഇരിക്കുന്നു. ഓക്കെ. അക്കൽ അവൻ കഴിച്ചു. യകൂൽ അവൻ കഴിക്കുന്നു. ഷരിബ അവൻ കുടിച്ചു. യഷ്രിബ് അവൻ കുടിക്കുന്നു. ഫഹിം അവൻ മനസ്സിലാക്കി. യഫ്ഹം അവൻ മനസ്സിലാക്കുന്നു. ഹാഫ് അവൻ ഭയപ്പെട്ടു. യഹാഫ് അവൻ ഭയപ്പെടുന്നു. കതബ അവൻ എഴുതി. യക്തുബ് അവൻ എഴുതുന്നു. ഖറ അവൻ വായിച്ചു. യഖറ അവൻ വായിക്കുന്നു. സാഖ് അവൻ പാചകം ചെയ്തു. യസൂഖ് അവൻ പാചകം ചെയ്യുന്നു. മാറി മാറി. സാക്ക് എന്നുള്ളത് എന്താ? സാഖ് ഓടിച്ചു. ഡ്രൈവറിന് എന്താ പറയാ? അറിയില്ല. സായത്ത് സായത്ത് അതാണ് കേട്ടോ. ആ സാക്കാണിത്. സാക്ക് വണ്ടി ഓടിച്ചു. സൂഖ്. ഇലവൻ സൂഖ് ഹബീബി, എവിടുക്കാ നീ വണ്ടി ഓടിക്കണേ? സൂഖ്. അന സൂഖ് സയ്യാറ, ഞാൻ വണ്ടി ഓടിക്കാറുണ്ട്, ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. അതാണ് സൂഖ് സയ്യാറ, ഞാൻ വണ്ടി ഓടിക്കും. അന സൂഖ് സയ്യാറ, ഞാൻ വണ്ടി ഓടിക്കും. അപ്പൊ സാഖ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാം. ഓക്കെ, അടുത്ത് തൊബ. തബ പാചകം അവൻ പാചകം ചെയ്തു. എത്തബ അവൻ പാചകം ചെയ്യുന്നു. ഓക്കെ. ഹത്ത അവൻ ധരിച്ചു. യഹൂദ് അവൻ ഹത്തന്റെ അർത്ഥം മാറി. ഹത്ത വെച്ചു. ഓക്കെ.
ഹത്ത വെച്ചു, അവൻ വെച്ചു. യഹൂദ് അവൻ വെക്കുന്നു. ഓക്കെ. ലബിസ് അവൻ ധരിച്ചു. ഓക്കെ യൽബിസ് അവൻ ധരിക്കുന്നു. ഓക്കെ ഓക്കെ. തൊല അവൻ പുറപ്പെട്ടു. എത്തുല അവൻ പുറപ്പെടുന്നു. തൊഹർ അവൻ അറബികൾ പറയും എത്ര 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 പൊയ്ക്കോ പുറപ്പെട്ടോ എന്നുള്ള സംഗതിയാണ് അത്ര ഇത്ര ഹബീബി ഇത്ര പുറപ്പെട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അനത്ര ആത്മിനൽ ബൈ, അനത്ര ആത്മിനൽ ബൈ, ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത്. തഹർ അവൻ പ്രത്യക്ഷപ്പെട്ടു. എത്ഹർ അവൻ പ്രത്യക്ഷപ്പെടുന്നു. ലഹർ യൽഹർ. ഫതഹ ഫതഹ അവൻ തുറന്നു. യഫ്തഹ് അവൻ തുറക്കുന്നു. ഓക്കെ. സവ്വി അവൻ ചെയ്തു. യസൂവി അവൻ ചെയ്യുന്നു. സമിഅ അവൻ കേട്ടു. യസ്മ അവൻ കേൾക്കുന്നു. അറഫ അവൻ അറിഞ്ഞു. യഅരിഫ് അവൻ അറിയുന്നു. ദഹല അവൻ പ്രവേശിച്ചു. യദ്ഖുൽ അവൻ പ്രവേശിക്കുന്നു. സഇദ അവൻ കയറി. യസ്അദ് അവൻ കയറുന്നു. നസല അവൻ ഇറങ്ങി. യൻസില അവൻ ഇറങ്ങുന്നു. മസക്ക അവൻ പിടിച്ചു. യംസക് അവൻ പിടിക്കുന്നു. സാദ അവൻ സാദ അവൻ അധികരിപ്പിച്ചു. യസീദ് അവൻ അധികരിപ്പിക്കുന്നു. നഖസ അവൻ കുറഞ്ഞു. യൻകുസ് അവൻ കുറക്കുന്നു. അസല അവൻ കഴുകി. യഅസിൽ അവൻ കഴുകുന്നു. വസ്വല അവൻ എത്തി. യസ്വൽ അവൻ എത്തുന്നു. ലോ അവൻ നഷ്ടപ്പെട്ടു. അവൻക്ക് നഷ്ടപ്പെടുന്നു. സക്കത്ത് അവൻ മൗനം പാലിച്ചു. യസ്കുത്ത് അവൻ മൗനം പാലിക്കുന്നു. മിണ്ടാതിരിക്കുന്നു പറയല്ലേ, ഒന്ന് തൊള്ള പൂട്ടെന്നൊക്കെ പറയില്ലേ, അതിനെങ്ങനെ പറയാ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലഇബ അവൻ കളിച്ചു. യൽഇബ് അവൻ കളിക്കുന്നു. ദഹിക അവൻ ചിരിച്ചു. യദ്ഹക് അവൻ ചിരിക്കുന്നു. സാക്കിൻ അവൻ താമസിച്ചു. യസ്കുൻ അവൻ താമസിച്ചു. സാക്കിൻ എന്ന് പറഞ്ഞാൽ താമസക്കാരെന്നായിട്ടോ. അനസാക്കിൻ ഞാൻ താമസിക്കുന്ന ആളാണ്. സാക്കിൻ. സെക്കൻ എന്ന് പറഞ്ഞാൽ വേർബാണ്. താമസിച്ചു. സെക്കൻഡ് ഞാൻ താമസിച്ചു. അന സെക്കൻഡ് ഫിൽ ഇമാറാത്ത് 4 സന. ഞാൻ 4 വർഷം UAE താമസിച്ചു. സെക്കൻഡ് ഞാൻ താമസിച്ചു. വെയിൻ സെക്കൻഡ് നീ എവിടെയാണ് താമസിച്ചത്? നീ വെയിൻ സെക്കൻഡ് നീ ഇന്നലെ എവിടെയാണ് താമസിച്ചത്? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്നാണ്. ഓക്കെ, അടുത്ത്. ബക്ക കരഞ്ഞു. യബ്കി അവൻ കരയുന്നു. ബന അവൻ നിർമ്മിച്ചു. യബ്നി അവൻ നിർമ്മിക്കുന്നു. അഹദ് അവൻ പിടിച്ചു. യഹൂദ് അവൻ പിടിക്കുന്നു. ജറബ അവൻ പരീക്ഷിച്ചു. യജിരിബ് അവൻ പരീക്ഷിക്കുന്നു. തറക്ക അവൻ തറക്ക അവൻ ഉപേക്ഷിച്ചു. യത്റുക് അവൻ ഉപേക്ഷിക്കുന്നു. കല്ലം അവൻ സംസാരിച്ചു. കല്ലം അവൻ സംസാരിക്കുന്നു. സജല അവൻ രേഖപ്പെടുത്തി. സജ്ജൽ അവൻ രേഖപ്പെടുത്തി. യസ്ജുൽ അവൻ രേഖപ്പെടുത്തുന്നു. ബാക്കി നോക്കണം. ഇനി നമുക്ക് ഓരോ പ്രയോഗങ്ങൾ ഉണ്ടാക്കാം. ഞാൻ അവനോട് സംസാരിച്ചില്ല, ഞാൻ അവനോട് പറഞ്ഞില്ല എന്നെങ്ങനെ പറയാ? ഞാൻ അവനോട് പറഞ്ഞില്ല. ഫുള്ളാക്കിയിട്ട് തൂ ടെക്നിക്ക് വരണം കേട്ടോ. ഞാനാവുമ്പോ, ഞാൻ ചെയ്ത കാര്യമാകുമ്പോ അനമാ കല്ലംത്. അയ്യോ അനമാ കല്ലംത്. ഓക്കെ.
ഞാൻ അവനോട് പറഞ്ഞില്ല. കെല്ലമ സംസാരിക്കാന്നില്ല, ഞാൻ അവനോട് പറഞ്ഞില്ല എന്നെങ്ങനെ പറയാം? أنا ما قلت. അയ്യോ അനമാഗുൽത്ത്, അടിപൊളി. അനമാഗുൽത്ത്, ഞാൻ പറഞ്ഞില്ല. ഇനി അവനോട്, അത് വരട്ടെ. അവനോട്. أنا هو أنا ما كلمتم. അല്ല, കല്ലംത്ത് പറഞ്ഞ സംസാരിക്കാന്നുള്ളതായി. ഇതില് ഞാൻ അവനോട് പറഞ്ഞില്ല. أنا ما هم كلمتم. അനമാഗുൽത്തുഹു. ഞാൻ ഈ വേർബ് قل. വെച്ചിട്ടാ പറയുന്നത് കേട്ടോ. ഞാൻ ഇതിൽ നമുക്ക് കണ്ടില്ലേ ഇപ്പത്തെ, ഞാൻ അയച്ച PDF വെച്ചിട്ടാണ് നോക്കുന്നത്. ആ PDF ഓപ്പൺ ആക്കി. آه. ഓക്കെ. ഞാൻ അവനോട് പറഞ്ഞില്ല, അങ്ങനെ പറയാ. أنا ما قلته. അനമഗുൽത്തുഹു, അടിപൊളി. അനമഗുൽത്തുഹു. ഞാൻ നിന്നോടാണ് പറയുന്നത്, ഞാൻ നിന്നോടാ പറയുന്നത്. أنا قلته. അല്ലല്ല, അത് പ്രസന്റ് ആയിട്ടോ, ഞാൻ നിന്നോടാ പറയുന്നത്. ഞാൻ നിന്നോടാണ് പറയുന്നത്. أنا قلت. മാറി മാറി. ഞാൻ നിന്നോടാണ് പറയുന്നത്. أنا تقول. അഗൂലക്, അഗൂൽ അഗൂൽ അഗൂലല്ലേ? ഞാൻ ചെയ്യുന്ന കാര്യമാകുമ്പം അഗൂലല്ലേ ഉപയോഗിക്കേണ്ടത്? മനസ്സിലായില്ല? ഇല്ല. ഞാൻ നിന്നോടാ പറയുന്നത്, അത് പ്രസന്റ് ആയില്ലേ? ആ അപ്പൊ ഗാൽ യഗൂൽ, യഗൂൽ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നു, അവൻ പറയുന്നു. അപ്പൊ നീ പറയുന്നു തഗൂൽ, ഞാൻ പറയുന്നു അഗൂൽ. അഗൂൽ, ഞാൻ പറയുന്നത് അഗൂൽ ലക്ക്, ഞാൻ നിന്നോടാ പറയുന്നത്. ലക്ക് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ആ ഡാൻസിങ് വേർഡ് പഠിച്ചില്ലേ, ഒരു പ്രിപ്പോസിഷൻ പഠിച്ചില്ലായിരുന്നോ? അവൻക്ക്, ലഹു, ലഹ, ലഹും, ആ. ലക്. അതാണ് ഞാൻ നിന്നോടാ പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാ? أنا أقول لك. അനഗൂൽ ലക്. ഓക്കെ, ഒന്നുകൂടി. أنا أقول لك. അനഗൂൽ ലക് എന്താ അർത്ഥം? ഞാൻ നിന്നോടാ പറയുന്നത്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഐ സെഡ് ടു ഹിം. ആദ്യം ഐ സെഡ് എന്ന് കൊടുക്കുക, പിന്നെ അതിന് ശേഷം ടു ഹിം. ഞാൻ പറഞ്ഞു എന്നുള്ളതിന് എന്താ പറയാ? أنا أنا قلت. ഐവ أقول. അനഗുൽത്തു. ഇനി അവനോട്. أنا قلت له. ഐവ ഗുൽത്തു ലഹു അല്ലെങ്കിൽ ഗുൽത്തുഹു. അനഗുൽത്തു. എങ്ങനെ? أنا قلته. ഐവ അനഗുൽത്തു. ഞാൻ അവനോട് പറഞ്ഞില്ല. അല്ല, അവിടെ അക്കുൽ എന്നല്ല വരെ, ഞാൻ പറഞ്ഞു എന്നുള്ളത്. പറഞ്ഞു എന്നുള്ളത് പാസ്റ്റ് അല്ലേ? അപ്പൊ ഗുൽത്തു എന്നല്ല. പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ്? തൂ ടെക്നിക് അല്ലേ? ഗാൽ, ഗാലത്ത്, ഗാലു. അല്ല, ആ പ്രസന്റ് ആകുമ്പോൾ എത്ത ടെക്നിക്കലല്ലേ വരെ, അപ്പൊ അകുൽ എന്നല്ല പറയാ. അല്ല, ഞാൻ അവനോട് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ഫാസ്റ്റ് ആക്കിയിട്ടല്ല ഞാൻ ആ പറഞ്ഞത്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ആ. അനഗുൽത്തുഹു. അനഗുൽത്തുഹു, ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞില്ല. أنا ما قلته. അനമാഗുൽത്തുഹു. ഞാൻ നാളെ നിന്നോട് പറയാട്ടോ എന്നെങ്ങനെ പറയാ? أنا قلته بكرة. ഒന്നുകൂടി. بكرة أنا قلته. ആ ബുക്കർ, നാളെ ഞാൻ പറഞ്ഞു എന്നാങ്ങൾ പറഞ്ഞത്. ഞാൻ നാളെ നിന്നോട് പറയാം, ഫ്യൂച്ചറായി. പ്രസന്റിന്റെ കൂടെ ബാ ചേർക്കണം. അപ്പൊ എങ്ങനെ വരിക? بكرة أنا ആ بقلته. ആ ബഗൂൽ, പ്രസന്റിന്റെ കൂടെ അല്ലേ? പ്രസന്റ് بقول. ബഗൂൽ അല്ലേ? അപ്പൊ ബഗൂൽ. بقول. നാളെ നിന്നോട് പറയാം. أنا بقول لك. ഐവ ബഗൂൽ ലക്, ഞാൻ നിന്നെ നാളെ പറയാം. ബഗൂൽ ലക് ബുക്കറ, ഞാൻ നാളെ നിന്നോട് പറയാം.
അപ്പൊ ഗൽത്തു ഞാൻ പറഞ്ഞു, അഗൂൽ ഞാൻ പറയുന്നു, ബഗൂൽ ഞാൻ പറയും. ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും. ഇതുപോലെ ഗാലിന്റെ പാസ്റ്റ് എന്താ? ഞാൻ പറഞ്ഞു എന്നുള്ളതിന് എന്താ? ഗാല് ഗുൽത്ത് ഞാൻ ഗുൽത്തു. പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഗുൽ അനമ ഗുൽത്തു. ഓക്കെ, ഞാൻ പറയുന്നു. അകുൽ ഓക്കെ, ഞാൻ പറയുന്നില്ല. അനമ അകുൽ. ഓക്കെ, കറക്റ്റ്. ഞാൻ പറയും. ബക്കുൽ അയ്യോ, അനമ ബക്കുൽ ഞാൻ പറയുന്നില്ല. അയ്യോ, ഞാൻ പറയൂല. അടുത്തത് ഷാഫ്. ഞാൻ കണ്ടു. ഷുഫ് ഷുഫ്തു. ഷുഫ്തു അയ്യോ, ഞാൻ കണ്ടു. അഷുഫ്ത് ഞാൻ കാണുന്നു. ബഷുഫ്ത് ബഷൂഫ്. ബഷൂഫ് ഞാൻ കണ്ടിട്ടുണ്ടെന്നോ? ഞാൻ കാണും. കാണും. അതെ, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അങ്ങനെ. അടുത്തത് ജാ. ജാബ് കൊണ്ടുവന്നു. ആ ജിപ്തു ആ ഞാൻ കൊണ്ടുവന്നു. ഓക്കെ. അജീബ് ഞാൻ കൊണ്ടുവരും. അല്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരുന്നു. ബജീബ് ഞാൻ കൊണ്ടുവരുന്നു. ഞാൻ കൊണ്ടുവരുന്നു. ബജീബ് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ നിനക്ക് ചായ കൊണ്ടുവരാം എന്നെങ്ങനെ പറയാം? 10 മിനിറ്റിനുള്ളിൽ ഞാൻ ചായ കൊണ്ടുവരാം കേട്ടോ. അന തിസ്സ ദക്കീക്ക അന ബജീബ് അല്ലല്ല, ഷായ്. 10 ദക്കീക്ക അല്ലേ? 10 ദക്കീക്ക അന ബജീബ് ഷായ്. അയ്വ അന ബജീബ് ഷായ്, ഞാൻ ചായ കൊണ്ടുവരാം. ബജീബ് ലക്ക് എന്നാകുമ്പോ നിനക്ക് കൊണ്ടുവരാം. അന ബജീബ് ലക്ക് ഷായ്, ഞാൻ നിനക്ക് ചായ കൊണ്ടുവരാം. 10 ഞാൻ ചായ കൊണ്ടുവരാം. 10 ദക്കീക്ക അവന ബജീബ് ലക്ക് ഷായ്. ഓക്കെ, അടുത്ത വേർബ്. റുഹത്തു ഞാൻ പോയി. റുഹത്തു ഞാൻ പോയി. ഞാൻ പോകുന്നു. അറൂഹ് ഞാൻ പോകുന്നു. ബറൂഹ് ഞാൻ പോകും. ഓക്കെ, അടുത്ത് സാറ പോയി. സാറത്തു സാറ ഏത് ഫോർമാറ്റാ? ഈ ഫോർമാറ്റ്. അപ്പൊ എങ്ങനെ സിർത്തു. ഓക്കെ ഓക്കെ, കറക്റ്റ്. സിർത്തു ഞാൻ പോകും. അല്ല, മാറരുത്. സിർത്തു ഞാൻ പോയിരുന്നു. അങ്ങനൊന്നും വേണ്ട. പോയി, പോകുന്നു, പോകും. എഴുതി, എഴുതുന്നു, എഴുതും. കോംപ്ലിക്കേറ്റ് ആക്കണ്ട, സിമ്പിൾ. അടുത്ത പറഞ്ഞോട്ടെ. സാറ സിർത്തു ഞാൻ പോയി. അസീർ ഞാൻ പോകും. അയ്യവ പോകുന്നു. ബസീർ ഞാൻ പോകും. അസീർ ഞാൻ പോകുന്നു. ബസീർ ഞാൻ പോകും. ഓക്കെ, അടിപൊളി. അടുത്ത് മഷ നടന്നു. എംഷത്തു ഞാൻ നടന്നു. മഷ നടന്നു, ഞാൻ നടന്നു എന്നുള്ളതിന് വൈ ഫോർമാറ്റ് ആണ്, യാ ഫോർമാറ്റ് ആണ്. അവ അന്ന് കോൺജുഗേറ്റ് ചെയ്ത് നോക്കി. ഞാൻ നടന്നു. എംഷത്ത് മാറി ഒന്നുകൂടി. മഷയിത്തു. യാ ഫോർമാറ്റ് ആവുമ്പോ ഇഷ്തറയിത്തു. ഓക്കെ, മഷയിത്തു. പറഞ്ഞോളൂ. മഷയിത്തു ഞാൻ നടന്നു. മഷയിത്തു ഞാൻ നടക്കുന്നു. അംഷി ഞാൻ നടക്കുന്നു. വംഷി ഞാൻ നടക്കും. ഓക്കെ, അടുത്ത് ഞാൻ ഉറങ്ങി. നാമത്ത് ഞാൻ ഉറങ്ങി.
നാമത്ത് നിന്നാണോ അല്ലെങ്കിൽ അനാം ഏത് ഫോർമാറ്റ് ആണത് നാമ എന്നുള്ളത്? യാ ഫോർമാറ്റ്. ഫോർമാറ്റ് ഈ ഫോർമാറ്റ് അല്ലേ നാമ? നാമിലൊന്നും എഴുതിയിട്ടില്ല. ആ ഓക്കെ. അപ്പൊ ഈ ഫോർമാറ്റ്. അപ്പൊ ഞാൻ ഉറങ്ങി ഇങ്ങനെ പറയാം. കോൺജുഗേറ്റ് ചെയ്തൊക്കെ നാം, നാമത്ത്, നാമു. പിന്നെ ഈ ഫോർമാറ്റ് ആകുമ്പോ എങ്ങനെ വരിക? നഈം. നിംത, 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 നിംതി, നിംതു, നിംതു, നിംന. നിംതു നിംന. ആ. ഓക്കെ, അടുത്ത്. സാൽ ഷാൽ ഷാൽ എടുത്തു. ആ ആ, ഷി- ആ, ഷി- ഷിൽത്തു ആ ഷിൽത്തു ഞാൻ എടുത്തു. ആ. അഷീൽ ഞാൻ എടു ഞാൻ എടുക്കുന്നു. ഉം. ബഷീർ ഞാൻ എടുക്കും. ഓക്കെ ഓക്കെ. ഇതിലിപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ആ. ഓക്കെ. ഇനി എന്താ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ആ വെൻ ക്ലോസും ഈഫ് ക്ലോസും അതും ഇതിന്റെ കൂടുതൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമായി. ഞാൻ പോയപ്പോൾ, ഞാൻ വന്നു. ഏതാണ് ഏഹ് ഏതാണ്? നമ്മള് 29-ാമത്തെ ക്ലാസ്സും 30-ാമത്തെ ക്ലാസ്സും, ആ. ആ. 29ഉം 30ഉം ക്ലാസ് വരുന്ന ഈഫ് ക്ലോസും വെൻ ക്ലോസും ആണ്. ഉദാഹരണത്തിന് ലമ്മയും ഇതയും. ലമ്മ റുഹ്ത് പോയപ്പോൾ, ലമ്മ ഷുഫ്ത് ആ. കണ്ടപ്പോൾ. അങ്ങനെ തുടങ്ങിയ കാര്യം. ഇതാ തറൂഹ് നീ പോവുകയാണെങ്കിൽ, ഇതാ ജീബ് നീ കൊണ്ടുവരികയാണെങ്കിൽ, ആണെങ്കിൽ എന്നുള്ളതും അപ്പോൾ എന്നുള്ളതും ഈ രണ്ട് ക്ലോസും കൂടി പഠിച്ച് ഇതിന്റെ ഒപ്പം കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയോഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പോയപ്പോൾ, വന്നപ്പോൾ, നീ ഉം. എടുക്കുകയാണെങ്കിൽ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. ആ, ഉണ്ട് ഉണ്ട്. സംസാരിക്കാൻ തുടങ്ങിയോ? സംസാരിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. ഉം. പറയുന്നൊക്കെ, അറബികൾ പറയുന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഒരു ഐഡിയ കിട്ടാൻ തുടങ്ങിയോ? ആ. 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 ഓക്കെ, ഇൻഷാല്ലാ. എന്തെങ്കിലും നിങ്ങളെന്താ ഡൗട്ട് ഒന്നും ചോദിക്കാത്ത വാട്സപ്പിൽ? നമുക്ക് സമയമില്ല, അതാണ് മെയിൻ കാരണം. ഓക്കെ ഓക്കെ ഓക്കെ. അവസാനം ഒന്നിനും സമയമില്ല. ആയിക്കോട്ടെ, എന്നാ ശരി കേട്ടോ. ഇൻഷാല്ലാ. ഉം. ഉം. ഇലല്ലിഗ ഓക്കെ. മഅസ്സലാമ. ശുക്രൻ മഷ്കൂർ.